ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ഒഴിവിലേക്ക് നിലവിലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മലാ സീതാരാമൻ മാറുകയാണെങ്കിൽ മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് പുതിയ ധനമന്ത്രിയായി എത്തിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഉപപ്രധാനമന്ത്രിയായി ഉയർത്തിയേക്കുമെന്ന ചർച്ചകളും സജീവമാണ്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ ഔദ്യോഗികമായി ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. നിലവിൽ അദ്ദേഹം മന്ത്രിസഭയിലെ രണ്ടാമനാണെങ്കിലും ഉപപ്രധാനമന്ത്രി പദവി ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഔദ്യോഗികമായി അരക്കിട്ടുറപ്പിക്കാൻ സഹായിക്കും. അമിത്ഷായെ ഉപപ്രധാനമന്ത്രിയാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ നിലപാട് ഏറ്റവും നിർണായകമായിരിക്കും. പാർട്ടിയിലെ ഒരു വിഭാഗം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുൻപ് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ഇത്തരത്തിൽ ഉപപ്രധാനമന്ത്രിയാക്കിയിരുന്നു. നിലവിൽ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രിയായി തന്നെ തുടരുകയാണ്. വരാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. അഴിച്ചുപണി വൈകുന്നതിനുള്ള കാരണങ്ങളായി പറയുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ, മണ്ഡല പുനർനിർണയം തുടങ്ങിയ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കുന്നതിനാണ് നിലവിൽ സർക്കാർ മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രിയുടെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും ഔദ്യോഗിക വിദേശ പര്യടനങ്ങളും തിരക്കുകളും കാരണം കൂടിയാണ് പുനഃസംഘടന നീണ്ടുപോകുന്നത്. സഭാ സമ്മേളനത്തിന് തൊട്ടുമുൻപ് മാറ്റങ്ങൾ വരുത്തിയാൽ അത് പാർട്ടിയിലെ ചില നേതാക്കളുടെ അതൃപ്തിക്ക് കാരണമായേക്കാമെന്നും അതിനാൽ സമ്മേളനത്തിനു ശേഷം വിപുലീകരണം നടത്തുന്നതാകും ഗുണകരമെന്നും BJP നേതൃത്വം കരുതുന്നു. നേരത്തെ മന്ത്രിമാരായ പ്രധാനും പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും സംഘടനയിലേക്ക് തിരികെ പോകുമെന്നും മുൻ മന്ത്രി അനുരാഗ് ഠാക്കൂർ തിരികെ എത്തുമെന്നും സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പ്രധാനി ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് CJP സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയെന്ന് ധാരണ പരത്തുമെന്ന് പ്രധാനമന്ത്രിക്ക് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഗത്യന്തരമില്ലാതെ പാർട്ടികൾക്ക് മുന്നിൽ പ്രധാൻ കീഴടങ്ങുകയും ചെയ്തു. പുതിയ BJP നേതാവ് നിതിൻ നബീന്റെ സംഘടനാ ടീം രൂപവൽക്കരിക്കാനും അടുത്തിടെ NDAയിലെത്തിയ സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനും വേണ്ടിയാണ് പുനഃസംഘടന ആലോചിച്ചത്. മന്ത്രി ജോർജ് കുര്യനും സ്ഥാനമൊഴിഞ്ഞിരുന്നു. കഴിഞ്ഞയാഴ്ച 17 ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചത് പുനഃസംഘടനയ്ക്ക് മുന്നോടിയാണെന്ന് ശ്രുതി പറഞ്ഞിരുന്നു. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിയാകുമോ എന്നതാണ് ഇതിൽ പ്രധാനം. രഘുറാം രാജന് പകരം ശക്തികാന്ത ദാസ് RBI ഗവർണർ ആയിരുന്നു. ആ ചുമതല ഒഴിഞ്ഞപ്പോൾ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. മോദിയുടെ വിശ്വസ്തനായ ദാസ് ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധനാണ്. അതേസമയം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പേരും ചർച്ചയിലുണ്ട്. അരുൺ ജെയ്റ്റ്ലി മരിച്ചതിനെ തുടർന്ന് പീയൂഷ് ഗോയൽ ധനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. AAPയിൽ നിന്ന് അടുത്തിടെ എത്തിയ രാഘവ് ചന്ദ മന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. കൂടാതെ ശിവസേന നേതാവ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയും മന്ത്രിയായേക്കും. അടുത്തിടെ ഉദ്ധവ് ഭാഗത്തിൽ നിന്ന് 6 പേരെ ഷിൻഡെയുടെ നേതൃത്വത്തിൽ NDAയിൽ എത്തിച്ചിരുന്നു. TMCയിൽ നിന്ന് വന്നവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. നിതീഷ് കുമാറിന് കൂടുതൽ പരിഗണനയും ചർച്ചയിലുണ്ട്. പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളിൽ ഏറ്റവും മുന്നിലുള്ളത് ഉപപ്രധാനമന്ത്രി സ്ഥാനമാണ്. അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകുമെന്നാണ് ഊഹാപോഹങ്ങൾ. എങ്കിൽ BJPയുടെ ഭാവി നേതൃത്വത്തിലേക്കും ഇത് ചൂണ്ടുപലകയാണ്. ഇക്കാര്യത്തിൽ RSS നിലപാടും നിർണായകമാകും. ബംഗാൾ പിടിച്ചെടുത്തതും TMC AAPയും അടക്കമുള്ള പാർട്ടികളെ പിളർത്തിയതും പാർട്ടിയിൽ അമിത്ഷായുടെ സ്വാധീനം കൂട്ടിയിരുന്നു. അതിനിടെ അയോധ്യ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തുവന്നത് ഈ ദിശയിലുള്ള നീക്കങ്ങളുടെ ആക്കം കുറച്ചുവെന്നും പറയുന്നു. വാജ്പേയി സർക്കാരിന്റെ അവസാന വർഷങ്ങളിൽ LK അദ്വാനിയെ ഉപപ്രധാനമന്ത്രിയും ആക്കിയിരുന്നു. എന്തായാലും BJPയുടെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നും ആരുടെയൊക്കെ മന്ത്രിസ്ഥാനങ്ങളിൽ മാറ്റം വരുമെന്നും കണ്ടു തന്നെ അറിയാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.